മഴ തോരും മുമ്പയുടെ പുത്തനൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീനയുടെയും മനുവിൻ്റെയും സംഭാഷണത്തിനൊടുവിൽ അവൾ കോള് കട്ട് ചെയ്തതിന് ശേഷം വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. ആ വിവരം പറയാനായി പപ്പയുടെ അടുത്തേക്ക് അലീന പോകുന്നുണ്ട്. അലീന പപ്പയോട് ചെന്ന് കാര്യം അവതരിപ്പിക്കുകയാണ്. പപ്പ, എനിക്ക് മനുവേട്ടനെ ഒന്ന് കാണണമായിരുന്നു. മനുവേട്ടൻ ഇവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ഇവിടേക്കാണോ അവൻ വരുന്നത്? അങ്ങനെ പറഞ്ഞില്ല പപ്പ, എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റുമെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ വരാമെന്ന് പറഞ്ഞു. മിക്കവാറും ഇവിടേക്ക് തന്നെ ആയിരിക്കും. അല്ലായിരുന്നുവെങ്കിൽ എവിടേക്കാണ് വരേണ്ടതെന്ന് മനുവേട്ടൻ എന്നോട് പറഞ്ഞേനെ. അതെയോ? എന്താ ഇപ്പോൾ അങ്ങനെ കാണണമെന്നൊക്കെ തോന്നാനായിട്ട്? ഒന്നുമില്ല പപ്പ, ചുമ്മാതെയാണോ? സത്യം പറയടി പെണ്ണേ, എന്താ നിനക്കിപ്പോൾ? നീ അങ്ങനെ അവനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞ് വിളിക്കുന്ന ഒരാളൊന്നുമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. എന്തിപ്പോൾ അവനോട് പറഞ്ഞിനി ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം? ഒന്നുമില്ല പപ്പ, ഞാൻ കുറേ ആയില്ലേ മനുവേട്ടനെ കണ്ടിട്ട്, അതുകൊണ്ട് മാത്രം. അലീനയുടെ മുഖത്ത് നിന്ന് അതുകൊണ്ട് മാത്രമല്ലെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്റ്റാൻലിയുടെ നിർബന്ധത്തിനൊടുവിൽ അലീന പറയുന്നുണ്ട്, പപ്പ, എന്നെ ഇന്നലെ നമ്മുടെ രോഹിത് വിളിച്ചിരുന്നു. അവൻ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലാണ്. അവന് ഹരിയെയും അവരെ കൂടെ ഉണ്ടായിരുന്ന മറ്റു കുട്ടികളെയൊക്കെ ജയിലിൽ പോയി കാണണമെന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്കെങ്ങനെയാണ് അതിനൊരു മറുപടി അവന് കൊടുക്കേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല പാപ്പ. അപ്പോൾ അതൊന്ന് മനുവേട്ടനോട് നേരിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നേരിട്ട് സംസാരിക്കുമ്പോൾ മനുവേട്ടൻ്റെ മുഖത്തുനിന്ന് തന്നെ എനിക്കത് വായിച്ചെടുക്കാൻ കഴിയും, മനുവേട്ടന് അതിൽ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഫോണിലൂടെ ആവുമ്പോൾ എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി മനുവേട്ടൻ എന്തെങ്കിലും പറഞ്ഞങ്ങ് ഒഴിഞ്ഞു മാറും. അങ്ങനെ ഒഴിഞ്ഞു മാറുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പപ്പ. അതുകൊണ്ടാണ്. ചിലപ്പോൾ ഇഷ്ടമില്ലെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിങ്ങൾ പോയി കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞാലോ? അതുകൊണ്ടാണ്. അതിപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല മനു അങ്ങനെ ഒരാളാണെന്ന്. നീയും മനുവൊക്കെ ഓരോ റൂട്ടിലൂടെ സഞ്ചരിക്കുന്നവർ തന്നെയാണ്. ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും മുഖത്ത് നോക്കി അത് അങ്ങനെ തന്നെ പറയും. അത് എത്ര ഇഷ്ടപ്പെടുന്നവരോടാണെങ്കിലും. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഹരിയെ പോയിട്ട് രോഹിത് ഒന്ന് കാണുന്നതിൽ മനുവിനെന്താ എതിർപ്പുണ്ടാവാൻ? അല്ല, നിനക്കെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ കാരണം? അല്ല പപ്പ, എനിക്കങ്ങനെ തോന്നി. കാരണം 4 ആളും ഉണ്ടായ ഒരു കേസിൽ നിന്നും രോഹിത് മാത്രമാണല്ലോ ഇറങ്ങിപ്പോകുന്നത്. അതിൻ്റെയൊക്കെ എന്തെങ്കിലും എൻ്റെ പൊന്നലീനെ, നീ എന്തൊക്കെയാ മനുവിനെ കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുന്നേ? ഇങ്ങനെയാണോ നീ മനുവിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? കഷ്ടമുണ്ട് പപ്പ. ഞാൻ അങ്ങനെ വെച്ച് പറഞ്ഞതല്ല. എനിക്ക് മനുവേട്ടനെ നന്നായിട്ട് അറിയാം പപ്പ. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. മനുവേട്ടൻ്റെ മനസ്സിലും അങ്ങനത്തെ എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിലോ എന്ന് കരുതി പറഞ്ഞേ ഉള്ളൂ. എന്തായാലും കുഴപ്പമില്ല. വൈകുന്നേരം മനു വരട്ടെ. ഞാൻ അപ്പോഴേക്കും നമ്മുടെ ഫാക്ടറിയിലൊക്കെ ഒന്ന് പോയിട്ട് മനു എത്താനാവുമ്പോഴത്തേനും വരാം. അഥവാ മനു വരുന്ന സമയത്ത് എന്നെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഒന്ന് വിളിച്ചേക്കണേ. നിങ്ങളുടെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചാലും മതി. ഓ പിന്നെ, എനിക്കിപ്പോൾ പപ്പ കേൾക്കാത്തതായിട്ട് എന്താ മനുവേട്ടനോട് പറയാനുള്ളത്? ഒന്ന് പോയേ പപ്പ. ഓ ശരി എന്ന് പറഞ്ഞുകൊണ്ട് അലീനയോടും ആൻസിയോടും യാത്ര പറഞ്ഞ് സ്റ്റാൻലി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അലീന ആൻസിക്കൊപ്പം അകത്ത് കിച്ചണിലേക്കും പോകുന്നുണ്ട്. കിച്ചണിൽ ചെന്ന് നിന്നതിന് ശേഷവും മനുവിനെക്കുറിച്ച് തന്നെയുള്ള സംസാരങ്ങളായിരുന്നു അലീനയ്ക്ക് പറയാനുണ്ടായിരുന്നത്. കണ്ടുമുട്ടിയ ആ നിമിഷം മുതൽ ഇന്ന് വരെയുള്ള ഓരോ കാര്യങ്ങളും ആൻസിയോട് അലീന പറയുന്നുണ്ടായിരുന്നു. ആൻസി പറയുകയായിരുന്നു, നിനക്ക് വേണ്ടി തന്നെ ദൈവം ഭൂമിയിലേക്ക് ഇറക്കിയതാണ് മനുവിനെ. അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും കണ്ടുമുട്ടില്ലായിരുന്നുവല്ലോ. നിനക്ക് എന്തൊക്കെ കിട്ടിയില്ലെങ്കിലും മനുവിനെ പോലെ അത്രയും നല്ലൊരു പയ്യനെ നിനക്ക് കിട്ടിയല്ലോ എന്നൊക്കെ ആൻസി ഇങ്ങനെ പറയുന്നുണ്ട്. അവരുടെ സംസാരങ്ങൾക്കൊടുവിൽ സമയം കടന്നുപോയി. സമയം വൈകുന്നേരമായി.
അലീന കാത്തിരുന്ന ആ നിമിഷം എത്തി. മനു വീട്ടിലേക്ക് കടന്നു വരികയാണ്. മനുവിൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ട ഉടനെ തന്നെ ആൻസിയും അലീനയും പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. രണ്ടാളും മനുവിനെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുകയാണ്. മനു കയറി വന്ന ഉടനെ തന്നെ ആൻസി വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. അന്ന് വന്നു പോയതിന് ശേഷം മോനെ പിന്നെ കണ്ടതേ ഇല്ല. ഓ, ഒരു മിന്നായം പോലെ അന്ന് വൈജയുടെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു. കാര്യമായിട്ടൊന്നും സംസാരിക്കാനും കഴിഞ്ഞില്ല. പിന്നീടാണ് മനു ഇനി ഭാവിയിൽ ഞങ്ങൾക്ക് ആരാകുമെന്നൊക്കെ മനസ്സിലായത്. അതുവരെയും വൈജയന്തിയുടെ സഹോദരപുത്രനായി മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ ഞാൻ സ്വീകരിച്ചത്. ആൻസിയുടെ ആ സംസാരം മനുവിനും വല്ലാതെ ഇഷ്ടപ്പെട്ടു. മനു അലീനയുടെ മുഖത്തേക്ക് ഞാൻ ആരാ എന്ന ഭാവത്തിൽ ഒരു നോട്ടവും നോക്കി. അലീനയ്ക്ക് എന്തോ വല്ലാത്തൊരു നാണക്കേട് പോലെ അവൾ തല കുമ്പിട്ട് നിന്നു. ഒന്നും അറിയാത്ത പോലെ അവൾ പറഞ്ഞു, മനുവേട്ടനിരിക്കെ ഞാൻ പോയി കാപ്പിയെടുക്കാം. ഉടനെ തന്നെ ആൻസി അലീനയോട് പറയുന്നുണ്ട്, ഓ ബുദ്ധിമുട്ടണമെന്നില്ല, മാഡം ഇവിടെ ഇരുന്നോളൂ. എൻ്റെ കടമയല്ലേ ഒരു കാപ്പി കൊടുക്കുക എന്നത്, അത് ഞാൻ ചെയ്തോളാം. മരുമകനെ വീട്ടിലേക്ക് വരുമ്പോൾ അവനെ സ്വീകരിച്ച് അവന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക എന്നത് അവിടെയുള്ള അമ്മായിയമ്മയുടെ കടമയാണ്. ഇപ്പോൾ തൽക്കാലം ഞാനല്ലേ ഇവിടുത്തെ അമ്മായിയമ്മ, അപ്പോൾ അത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് ആൻസി കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. അലീന ആൻസിയെ ചീത്ത പറയുന്നുണ്ട്. ഈ ആൻറ്റി എന്താ ഇങ്ങനെ, അശ്ശേ എന്തൊരു മോശം എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ തമാശകളൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് ആസ്വദിച്ച് തന്നെ മനു ഇരിക്കുന്നുണ്ട്. ആൻസി അത് പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അലീനയെ വല്ലാത്തൊരു ഇഷ്ടത്തോടു കൂടി ഇങ്ങനെ മനു നോക്കുകയാണ്. അപ്പോൾ അലീനയ്ക്ക് എന്തെന്നില്ലാത്തൊരു ചമ്മലൊക്കെ തോന്നുന്നുണ്ട്. അലീന മനുവിനോട് ചോദിക്കുകയാണ്, എന്താ മനുവേട്ടാ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല, ആൻറ്റിയുടെ ആ സംസാരമൊക്കെ കേട്ടപ്പോഴേ നിൻ്റെ മുഖം വല്ലാതെ അങ്ങ് ചുവന്ന പോലെ എനിക്ക് തോന്നി. ഓ പിന്നെ അല്ലെങ്കിൽ ഇപ്പം എന്താ, എൻ്റെ മുഖം അങ്ങ് ചുവക്കാൻ മാത്രം ഇപ്പോൾ ആൻറ്റി എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നും ആൻറ്റി പറഞ്ഞില്ല, മനുവേട്ടന് വെറുതെ തോന്നുന്നതാ. ഓ ആയിക്കോട്ടെ, ഞാൻ എന്ത് പറഞ്ഞാലും നീ അതൊന്നും സമ്മതിച്ച് തരാൻ പോകുന്നില്ല. നീയേ അന്ന് ഞാൻ അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, കയ്യിൽ എന്താ പറയുക, അതെ കയ്യിൽ പിടിക്കാൻ കിട്ടാത്ത വരാൽ മീൻ പോലെയാണ് നീയെന്ന്. പിടിയൊട്ട് തരത്തുമില്ല, അഥവാ പിടിച്ചു കഴിഞ്ഞാൽ ഈ വരാൽ വഴിക്ക് പോകുന്ന പോലെ അങ്ങ് പോയി കളയും. അയ്യയ്യേ ഈ മനുവേട്ടൻ എന്താ ഇങ്ങനെ? ദേ ഇവിടെ ആൻറ്റിയൊക്കെ ഉള്ളതാ, ഒന്ന് ചുമ്മാതിരുന്നേ മനുവേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ചുമ്മാതിരുന്നേക്കാം. എന്താ കുട്ടിക്ക് കാണണമെന്ന് പറഞ്ഞത്? അതും സീരിയസ് ആയിട്ട് തന്നെ. ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റുന്നതാണോ? അങ്ങനെയൊന്നുമില്ല മനുവേട്ടാ, ഇവിടെ വെച്ചിപ്പോൾ സംസാരിച്ചാലും എന്താ കുഴപ്പം? ആൻസി അപ്പോഴേക്കും കോഫിയുമായി വന്നു. അലീനയ്ക്കും ആൻസിക്കും മനുവിനും കോഫിയും ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുവന്നത്. 3 പേരും സംസാരിച്ചുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് തന്നെ കോഫിയൊക്കെ കുടിക്കുകയാണ്. കോഫി കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ആൻസി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടാളും സംസാരിച്ചൊക്കെ ഇരിക്കേ, ആൻറ്റി അപ്പുറത്ത് തന്നെ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആൻസി കിച്ചണിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, നമുക്കെന്നാൽ കുറച്ച് സമയം നടന്നാലോ? ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീനയും അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അകത്തേക്ക് നോക്കിക്കൊണ്ട് അലീന ആൻസിയെ വിളിച്ച് കാര്യം പറയുകയാണ്. ആൻറ്റി ഞങ്ങൾ ചുമ്മാ ഇവിടെ ഗാർഡനിലുണ്ട് കേട്ടോ, പുറത്തേക്കൊന്ന് നടക്കുകയാണ്. ആ മോളെ ഞാൻ പപ്പയെ വിളിക്കുന്നുണ്ട്, പപ്പ കുറച്ച് കഴിയുമ്പോഴേക്ക് എത്തും. അത് പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. നടക്കുന്ന കൂട്ടത്തിൽ ഒരിക്കൽ കൂടി മനു അലീനയോട് ചോദിക്കുകയാണ്, നിനക്കെന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അത് മനുവേട്ടാ, എന്നെ കഴിഞ്ഞ ദിവസം രോഹിത് വിളിച്ചിരുന്നു. അവനെന്തോ വല്ലാത്തൊരു വിഷമത്തിലാണ്. അവന് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഇനി മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ വല്ലാത്തൊരു ചിന്ത. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് ഞാൻ അവനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ എന്താണെന്നറിയില്ല അങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടാൻ. അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്
നമ്മുടെ ശരണ്യയുടെ നമ്പറൊക്കെ ചോദിച്ചിരുന്നു. നമ്പറൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിലിപ്പോൾ എന്താ കുഴപ്പം? അപ്പോൾ അവൻ ശരണ്യയെ വിളിച്ച് സംസാരിച്ചപ്പോൾ തന്നെ അവന് വല്ലാത്തൊരു മനസ്സമാധാനം കിട്ടിയെന്നാണ് അവൻ എന്നോട് പറയുന്നത്. ഇപ്പോൾ അവന് മറ്റൊരാവശ്യം പറഞ്ഞു മനുവേട്ട എൻ്റെ അടുത്ത്. അത് ഒരു ചേച്ചി എന്ന നിലയ്ക്ക് എനിക്കത് സാധിച്ചു കൊടുക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് അവൻ എന്നോടത് പറഞ്ഞത്. അവൻ്റെ സംസാരത്തിൽ നിന്ന് അതെനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കത് നടത്തി കൊടുക്കാൻ എൻ്റെ മനുവേട്ടൻ്റെ സഹായം എനിക്ക് വേണം. മനു ഒന്നും മനസ്സിലാവാതെ അലീന പറയുന്നത് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്ന് കേൾക്കുകയാണ്. അലീനയും ഒരു നിമിഷം മനുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അലീന മനുവിനോടായി ചോദിക്കുകയാണ്, എന്താ മനുവേട്ടാ? അല്ല, നീ ഇങ്ങനെ എന്തൊക്കെയോ തത്വങ്ങൾ പറയുന്നുണ്ട്. എനിക്കതിൽ നിന്ന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നിന്നെ തന്നെ ഞാൻ നോക്കി നിന്ന് പോയത്. അത് പിന്നെ വേറൊന്നുമല്ല മനുവേട്ടാ, നമ്മുടെ രോഹിത്ത് അവൻ എന്നോട് വിളിച്ചിട്ട് പറയുക, അവനിനി മനസ്സമാധാനം കിട്ടണമെങ്കിൽ അവന് ഹരിയെയും അവൻ്റെ കൂടെ ഉണ്ടായ ആ 2 പേരെയും കാണണമെന്ന്. കാരണം അവൻ എന്നോട് പറഞ്ഞു മനുവേട്ടാ, ഇവർ എല്ലാം പ്ലാൻ ചെയ്തത് ഇവർ 4 ആളും ഒരുമിച്ച് തന്നെയായിരുന്നു എന്ന്. കാരണം ഹരി എന്തൊക്കെയോ ആണെന്ന് ഇവരെ ധരിപ്പിക്കണമായിരുന്നു എന്ന് ഹരിക്ക്. അതിന് എല്ലാം ഇവരെ കാണിച്ചു കൊടുക്കണമായിരുന്നു. പിന്നെ മറ്റവർ 2 ആളും ഹരിയുടെ ഒപ്പം തന്നെ എല്ലാത്തിനും മുന്നും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രോഹിത്തിന് ഇതിനുള്ള ധൈര്യമൊന്നുമില്ലെന്നും ഇതൊക്കെ സിമ്പിളായ കാര്യങ്ങളാണെന്നൊക്കെ അവർക്ക് രോഹിത്തിനെ ധരിപ്പിക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയതാണ് ഇതെല്ലാം. അപ്പോഴും രോഹിത്ത് പറഞ്ഞതാണ് അങ്ങനെയൊന്നും വേണ്ട, ഇതൊന്നും രോഹിത്തിന് താല്പര്യമില്ല എന്നൊക്കെ. പക്ഷേ ഹരി ഒരുപാട് നിർബന്ധിച്ചു. അപ്പോൾ തനിക്ക് വേണ്ടിയിട്ടാണ് അന്ന് അവളെ അവിടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെയായിരുന്നു എന്ന് ഹരി പറഞ്ഞു കൂട്ടിയത്. പക്ഷേ രക്ഷപ്പെട്ടപ്പോൾ താൻ മാത്രമാണ് രക്ഷപ്പെട്ടു പോകുന്നതെന്നൊക്കെയുള്ള ഒരു ചിന്ത വല്ലാതെ അവനെ അലട്ടുന്നുണ്ട്. അവന് ഒരു മനസ്സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അവന് ഹരിയെ കാണണം എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. മനുവേട്ടനെ അറിയാലോ, എന്നെക്കൊണ്ടോ എനിക്കിപ്പോൾ പപ്പയുടെ സഹായത്തോടു കൂടിയോ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എനിക്ക് അത് ചെയ്ത് അവന് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ പപ്പ വിചാരിച്ചാലും എനിക്ക് രോഹിത്തിനെയും കൊണ്ട് സെൻട്രൽ ജയിലിൽ പോയിട്ട് അവരെയൊക്കെ കാണാൻ കഴിയും. പക്ഷേ എനിക്ക് മനുവേട്ടൻ്റെയും വലിയങ്കിളിൻ്റെയും ഒക്കെ സഹായം വേണം. സഹായമല്ല, സമ്മതം വേണം. അല്ലാതെ എനിക്കൊരിക്കലും രോഹിത്തുമായിട്ട് അവിടേക്ക് പോകാനുള്ള മനസ്സില്ല. ഇതാണോ അലീന നീ ഇത്ര വലിയ സീരിയസ് ആക്കി എടുത്തത്? ഇത് അത്ര വലിയ വിഷയമൊന്നുമല്ല. നീ എന്നോട് ഇവിടെ വരെ വരാൻ പറഞ്ഞപ്പോൾ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം നിന്നെ ഞാൻ കണ്ടിട്ട് കുറേ ദിവസങ്ങളായില്ലേ. നിന്നെ ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചിരിക്കുക തന്നെ ആയിരുന്നു. അപ്പോഴാണല്ലോ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അതുകൊണ്ട് പറയുന്നതല്ല, ഇതിനെന്നെ നീ ഇവിടെ വേറെ വിളിച്ചു വരുത്തേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നിനക്കിത് എന്നോട് ഫോണിലൂടെ പറഞ്ഞാൽ മതിയായിരുന്നു. നീ എന്താ വിചാരിച്ചത്? ഹരിയെ കാണാൻ രോഹിത്തുമായിട്ട് പോവേണ്ടെന്നോ ഞാൻ പറയുമെന്നോ? അതോ അത് ഞാൻ മുടക്കാൻ ശ്രമിക്കുമെന്നോ? അയ്യോ മനുവേട്ട, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. എനിക്കങ്ങനെ മനുവേട്ടനോട് പറയണമെന്ന് തോന്നി. എനിക്ക് മനുവേട്ടൻ്റെ സമ്മതം വേണമെന്ന് തോന്നി. ആയിക്കോട്ടെ, അതിലൊക്കെ സന്തോഷം തന്നെയുള്ളൂ. എന്നോട് സമ്മതം ചോദിച്ചിട്ടാണോ നീ ശരണ്യയെ കാണാൻ പോയിരുന്നതും ശരണ്യയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തതും? നിന്നോട് തോന്നിയ സഹതാപത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഇപ്പോൾ ശരണ്യ അന്ന് കോടതിയിൽ വന്നിട്ട് രോഹിത്ത് കുറ്റക്കാരനല്ലെന്നൊക്കെ വിളിച്ചു പറയാനുള്ള അവൾക്ക് ഒരു ധൈര്യമുണ്ടായത്. അല്ലെങ്കിൽ ആ ധൈര്യവും നീ കൊടുത്തത് തന്നെയാണ്. നീ അവളെ പറഞ്ഞ് പിന്തിരിപ്പിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവൾക്ക് ആ സത്യം പറയാനുള്ളൊരു പ്രേരണ കൊടുത്തത് നീ തന്നെയാണ്, നീ പോലും അറിയാതെ. നീയാണോ എന്നോട് ഹരിയെ കാണാനായിട്ട് ജയിലിൽ പോകാനുമായിട്ട് സമ്മതം ചോദിക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നീ രോഹിത്തിനെ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയ ഒരു സമയത്ത് പൊയ്ക്കോളൂ. അതിന് ഞാനും കൂടെ വരണമെങ്കിൽ അതും ഞാൻ ചെയ്തിരിക്കും. ഇത് പിന്നെ മറ്റൊരു കാര്യമുണ്ട്. ഇത് വീട്ടിലറിഞ്ഞാൽ അച്ഛന് ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല.
കാരണം അമ്മയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ നന്നായിട്ട്. അമ്മ അങ്ങനെ ഒരു കാര്യത്തിനും ആർക്ക് വേണ്ടിയും ഒന്നും ചെയ്തു കൊടുക്കുന്ന ഒരാളല്ല. അമ്മയ്ക്കിപ്പോഴും ഇത്രയൊക്കെ ആയിട്ടും ഇത്രയൊക്കെ സമയങ്ങൾ കടന്നു പോയിട്ടും ഈ കേസിൻ്റെ വ്യാപ്തി എന്താണെന്ന് പോലും അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എല്ലാവരും കൂടിയും ഹരിയെ പെടുത്തിയെന്നും രോഹിത്തിനെ അതിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോയെന്നൊക്കെയാണ് അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇടയ്ക്ക് എപ്പോഴോ ദേഷ്യം തോന്നിയിട്ട് വൈജാൻറ്റിയെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. എല്ലാത്തിനും കൂട്ടു നിൽക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ മോനെ മാത്രം എല്ലാത്തിലും കൊണ്ടുപോയി അവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ത് പറയാനാ, അമ്മയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. അതിലൊന്നും നിങ്ങളത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട ലീന. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ അവിടേക്ക് പോകുന്ന വിവരം നീ വിളിച്ച് അമ്മയോട് പറയാനൊന്നും നിൽക്കണ്ട. അല്ലെങ്കിലും അമ്മ അറിയാനും പോകുന്നില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം, എന്താ പോരെ? അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ. നമ്മളെന്തോ അപ്പോയിൻമെൻ്റ് എന്തോ എടുക്കുക വേണം, അത് ഞാൻ ചെയ്തു തരാം. നിങ്ങൾക്ക് എന്നാ പോകാൻ സൗകര്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അത് പിന്നെ മനുവേട്ട, നാളെയോ മറ്റന്നാളോ രോഹിത്ത് വരുന്നുണ്ട്. അവനെന്തോ 2-3 ദിവസമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അവൻ വന്ന് പിറ്റേ ദിവസം തന്നെ പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അച്ഛനോടും വിളിച്ച് സമ്മതം ചോദിക്കണം. മനുവേട്ടൻ്റെ സമ്മതം അറിഞ്ഞിട്ട് വേണം അച്ഛനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ. ഞാൻ പറഞ്ഞാൽ അച്ഛന് മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് ആ ടെൻഷനൊന്നുമില്ല. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയിൽ തന്നെ സ്റ്റാൻലി കാറുമായി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ട ഉടനെ തന്നെ സ്റ്റാൻലി വണ്ടി നിർത്തി അവരോട് സംസാരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ വന്നു, ചായ കുടിച്ചോ എന്നൊക്കെ സ്റ്റാൻലി അവനോട് വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിക്ക് എല്ലാം അറിയാമല്ലോ. അപ്പോൾ സ്റ്റാൻലി അതേ രീതിയിൽ തന്നെ മനുവിനോട് പറയുന്നുണ്ട്. എന്തായി മനുവിൻ്റെ സമ്മതം കൊടുത്തോ അലീനയ്ക്ക്? എന്താ അങ്കിളേ, എൻ്റെ സമ്മതം കിട്ടിയിട്ട് വേണോ അവൾക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ട് വേണോ? എന്ത് കാര്യങ്ങളും നോക്കിയും കണ്ട് ചെയ്യാനുള്ള കഴിവ് അവൾക്ക് അവളുടെ ജന്മനാ കിട്ടിയിട്ടുള്ളതാ. പിന്നെ എന്ത് കാര്യത്തിനാണെന്നറിയത്തില്ല എന്നോടിപ്പോൾ സമ്മതം എന്നും പറഞ്ഞു വന്നിരിക്കുന്നത്. അതിപ്പോൾ ഞാനും പറഞ്ഞതാ മനുവിൻ്റെ സമ്മതം എന്തിനാ? മനു അല്ലെങ്കിൽ തന്നെ സമ്മതം കൊടുക്കാത്ത ഒരാളാണോ എന്നൊക്കെ. അവൾ പുതിയ ഒരാളെ കണ്ടു പരിചയപ്പെട്ട പോലെയല്ലേ സംസാരിക്കുന്നത്. അലീന ചെറിയൊരു പരിഭവത്തോടു കൂടി തന്നെ പപ്പയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അലീന പപ്പയോടായി പറയുന്നുണ്ട്, അങ്ങനെയല്ല പപ്പ, മനുവേട്ടൻ്റെ സമ്മതവും സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് അതിനൊരു ധൈര്യമാണല്ലോ. എന്നിട്ടിപ്പോൾ എന്താവാൻ? നമ്മൾ അച്ഛനെ വിളിച്ച് സമ്മതം ചോദിച്ചിട്ട് അച്ഛൻ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാനും അച്ഛനും രോഹിത്തും കൂടിയും പോകും. അല്ലാന്നുണ്ടെങ്കിൽ ഞാനും മനുവേട്ടനും രോഹിത്തും കൂടിയും പോകും. അപ്പോൾ ഞാൻ ഔട്ടായോ? അത് പിന്നെ രോഹിത്തിന് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ്. ഓ ആയിക്കോട്ടെ, എന്തായാലും എനിക്ക് പ്രശ്നമില്ല. അല്ല മനു, എന്തായി ഹരിയുടെ കാര്യങ്ങളൊക്കെ? എന്താവാനാ അങ്കിളിന് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ ഈ കേസിൻ്റെ വ്യാപ്തിയൊക്കെ മനസ്സിലാക്കാൻ? ആകെപ്പാടെ കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്ന ഒരു കേസല്ലേ. ഒരുപാട് കാലം ഇങ്ങനെയൊക്കെ തന്നെ പോകും. ഒത്തുതീർപ്പിനൊന്നും അവരെന്തായാലും തയ്യാറാവത്തില്ല. അപ്പോൾ കോടതി വിധിയൊക്കെ തന്നെ നമ്മൾക്ക് നോക്കി നിൽക്കേണ്ടി വരും. വല്ലാത്തൊരു കഷ്ടം തന്നെ. ഒരു പയ്യൻ്റെ ഭാവി അല്ലെങ്കിൽ ഏറ്റവും നല്ല സമയം എല്ലാം അല്ലേ ഈ കടന്നു പോകുന്നത്. അത് മാത്രമാണോ ഇനി ഒരു കോളേജിലൊക്കെ ചേർന്ന് രണ്ടാമതൊക്കെ പഠിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കുറേയൊക്കെ പഠിക്കട്ടെ അങ്കിളെ. വീട്ടിലുള്ളവർക്കും അവൻ്റെ നടപടികളും അവൻ്റെ പോക്കുകളൊന്നും ശരിയല്ലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്നോടായിരുന്നു പുച്ഛം. എന്നെ അവരാരും മനസ്സിലാക്കിയിരുന്നു പോലുമില്ല. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. അമ്മയ്ക്കിപ്പോഴും കാര്യങ്ങളുടെ കിടപ്പൊന്നും മുഴുവനായിട്ട് മനസ്സിലായിട്ടില്ല. അമ്മ പലപ്പോഴും പലതാണ് വിളിച്ച് പറയുന്നത്. രോഹിത്തിനെ എല്ലാവരും കൂടി ഇറക്കിക്കൊണ്ട് പോകുന്ന പോലെ ഹരിയെ ഇറക്കിക്കൊണ്ട് പോരാമെന്നാണ് അമ്മ വിചാരിക്കുന്നത്. 1-2 വർഷത്തോളമാണ് ആ പെൺകുട്ടിയെ സ്നേഹം നടിച്ച് പറ്റിച്ച് അവൻ കൂടെ കൊണ്ട് നടന്നത്. എന്നിട്ട് അവന് മടുത്തപ്പോഴാണോ എല്ലാവർക്കും അവൻ കൊണ്ടുപോയി കാഴ്ചവെച്ചത് അവളെ. എന്നിട്ടിപ്പോൾ അവൻ
എനിക്കെന്താ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അങ്കിളിനറിയാലോ, കുടുംബത്തിൽ ആരെങ്കിലും ആയിട്ടൊക്കെ ഉണ്ടാവും ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ ഒരേന്ന് കാട്ടിക്കൂട്ടാൻ. കുടുംബത്തിൻ്റെ നാണക്കേടുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് തലപൊക്കി വരുന്നത് തന്നെ കണ്ടില്ലേ. ഇതിനൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? മനു ആ വാക്ക് പറഞ്ഞപ്പോൾ പെട്ടെന്നെന്തോ സ്റ്റാൻലിക്ക് അത് മനസ്സിൽ തട്ടിയ പോലെ തോന്നി. താനും മനു ആ പറഞ്ഞ നാണക്കേടിന് ഉത്തരവാദിയായിരുന്നുവല്ലോ എന്നാലോചിച്ചുകൊണ്ട്. പെട്ടെന്ന് സ്റ്റാൻലി മനുവിനോട്, മനു, ഞാനെന്തായാലും കാറകത്ത് കയറ്റട്ടെ, നിങ്ങൾ രണ്ടാളും നടന്നങ്ങോട്ട് വായോ, നമുക്ക് കയറിയിരുന്ന് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ട് പോകാം. ഇല്ല അങ്കിളെ, ഞാൻ പോവാൻ ഇറങ്ങന്നെ ആയിരുന്നു. ഇവളോടുള്ള സംസാരമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച് തന്നെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്കിള് വന്നത്. എന്തായാലും അങ്കിള് അങ്ങോട്ട് ചെല്ല്, ഞങ്ങളിതാ നടന്നു വരികയാണ്. സ്റ്റാൻലിയുടെ കാറിന് പിന്നാലെ തന്നെ അലീനയും മനുവും കൂടി നടന്ന് ചെല്ലുന്നുണ്ട്. നടക്കുന്ന വഴിയിലൂടെ അലീനയോട് മനു പറയുന്നുണ്ട്, ഒരർത്ഥത്തിൽ നീ ഭാഗ്യവതി തന്നെയാണ് അലീന. കാരണം ഇത്രയും കാലം വേണ്ടാന്ന് വെച്ചൊരു മകളെ, അല്ലെങ്കിൽ തനിക്ക് സമ്മതത്തോടു കൂടെ ജനിക്കാത്തൊരു മകളെ ഇത്രയും കാലത്തിന് ശേഷം തിരിച്ചു കിട്ടിയപ്പോൾ അതേ അർത്ഥത്തിൽ തന്നെ അവർ സ്വീകരിച്ചല്ലോ. ഒരു കാര്യം പറഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ മനുഷ്യനോടും ഇവിടെയുള്ള ആൻസി എന്ന് പറയുന്ന സ്ത്രീയോടുമാണ്. ഒരർത്ഥത്തിലും നിനക്കവരാരുമല്ല. നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അത്? മനുവേട്ടാ, അങ്ങനെ എന്നോട് ഒരിക്കലും പറയരുത്. ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ എൻ്റെ ആരുമല്ലെന്ന് പറഞ്ഞാൽ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എത്രയാണെന്ന് മനുവേട്ടന് ചിന്തിക്കാവുന്നതിനപ്പുറത്താണ്. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ മനുഷ്യൻ മാത്രം മതി എൻ്റെ ജീവിതത്തിലെന്ന, വേറെ ആരുമില്ലെങ്കിലും. കാരണം അത്രയധികം ഞാൻ ആ മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ട് മനുവേട്ട. വൈജ എന്ന് പറയുന്ന സ്ത്രീ എൻ്റെ അമ്മയായില്ലെങ്കിലും ആ മനുഷ്യൻ എൻ്റെ സ്വന്തം അച്ഛനായിരുന്നുവെങ്കിലെന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. പക്ഷേ അലീന, നിനക്ക് ജന്മം തന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 3 മക്കളേക്കാളേറെയാണ് നിന്നെ സ്നേഹിക്കുന്നത്. അത് നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. ഇല്ല മനുവേട്ടാ, അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ രക്തബന്ധം കൊണ്ട് ഞങ്ങൾ ഒന്നായില്ലല്ലോ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ ആയി കിട്ടിയല്ലോ അലീന, അത് തന്നെ ദൈവാനുഗ്രഹം. എന്തായാലും വൈജയന്തിയുടെ കേസ് നമുക്ക് തൽക്കാലം വിട്ടേക്കാം. അതായത് നിൻ്റെ അമ്മയെ തൽക്കാലം നമുക്ക് വിട്ട് കളഞ്ഞേക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടന്നുകൊണ്ട് ആൻസിയും സ്റ്റാൻലിയും നിൽക്കുന്നിടത്തേക്ക് ചെല്ലുന്നുണ്ട്. ആൻസിയോടും സ്റ്റാൻലിയോടും യാത്ര പറഞ്ഞുകൊണ്ട് മനു തൻ്റെ കാറിലേക്ക് കയറുകയാണ്. അലീനയോട് ഒരിക്കൽ കൂടി മനു പറയുന്നുണ്ട്, ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, എല്ലാം അതിൻ്റേതായ സമയത്ത് കൃത്യസമയത്ത് തന്നെ നടന്നോളും. ഞാനെന്തായാലും വീട്ടിൽ ചെന്ന് അച്ഛനോട് കൂടി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് നിന്നെ വിളിച്ചോളാം. നീ ടെൻഷനൊന്നും അടിക്കണ്ട. ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കുന്ന കാര്യം മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ ഹരിയും രോഹിത്തും തമ്മിൽ ജയിലിൽ വെച്ചൊന്ന് കാണുന്നത് കൊണ്ട് അവിടെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. ചാനലും വീഡിയോസും എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി.